സ്കൂൾ കോളേജ് എല്ലാവിധ യൂണിഫോമുകളും ഗുണനിലവാരത്തോടെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ലക്ഷ്മി സിൽക്സ്, താളം തിയേറ്ററിന് സമീപം ഓട്ടുപാറ. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം വയോധികരായ 2 പേർക്ക് തെരുവ് പട്ടിയുടെ കടിയേറ്റു. പൈങ്കുളം റോഡ് 1-ാം മൈലിന് സമീപം താമസിക്കുന്ന ചേനക്കുന്നത്ത് അലി അഹമ്മദ് എന്ന വാപ്പു, വെട്ടുകാട്ടിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണി എന്നിവർക്കാണ് കടിയേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ഒരു 7:30 മണിക്ക് വേറൊരു തന്നെ കടിച്ചിട്ടുണ്ട്. ഉണ്ണിന്ന് പറഞ്ഞൊരു തന്നെ. പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ. ആരും പഞ്ചായത്തുകാർ ആരും ഇത് വന്ന് നോക്കണില്ല. ഇവിടെയൊക്കെ നമ്മുടെ ഇതെന്നൊക്കെ പറയേണ്ടി വരും. ഞങ്ങളിപ്പോൾ വേറെ സ്ഥലം 5-ാം വാർഡിലായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടൊക്കെ പൊളിച്ചിട്ടിരിക്കുക. അത് കാരണം ഇവിടെ വന്ന് താമസിക്കുക, വാടകയ്ക്ക് താമസിക്കുന്ന പോലെ. അങ്ങനെയാണ് ഉണ്ടായതിപ്പോൾ. വെറുതെ നടന്നു പോകുമ്പോൾ അങ്ങനെ പട്ടി കടിക്കണത്. കുറേ പട്ടികളുണ്ട് ഇവിടെ. ഒരു 19 പട്ടിയുണ്ട് ഇവിടെ. അങ്ങനെ അലഞ്ഞ് നടക്കുക തന്നെ ആണ് ഇവിടുത്തെ സ്ഥിതി. ഒരു ഭാഗമില്ല പട്ടി കാരണം. നടക്കാനോ പിടിക്കാനോ ഇരിക്കാനോ ഒന്നിനും. കുട്ടികളുടെ പിന്നാലെയൊക്കെ ഓടുക ചെയ്യണത്. മോട്ടോർ സൈക്കിളിൽ പോണ കുട്ടിയുടെ കാലമോ കടിക്കാൻ തുടങ്ങി ഒരു പ്രാവശ്യം പട്ടി. പിന്നെ അവരെങ്ങനെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. ഇതാ ഇവിടെ താഴത്തുള്ളൊരു വീട്ടിലെ ഒരു കുട്ടിയെ. ശനിയാഴ്ച രാവിലെ കടയിലേക്ക് പോവുകയായിരുന്ന അലി അഹമ്മദിനെ തെരുവ് നായ പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. ഇടത് കാലിൻ്റെ പിൻഭാഗത്ത് കടിച്ചു തൂങ്ങിയ നായയെ ഏറെ ശ്രമപ്പെട്ടാണ് മാറ്റിയത്. കടിയുടെ ആഘാതത്തിൽ ഇദ്ദേഹത്തിന് വലിയ മുറിവേറ്റിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഉണ്ണികൃഷ്ണന് നേരെയും ആക്രമണമുണ്ടായി. കള്ളിമുണ്ട് മടക്കി കുത്തി നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നെത്തിയ പട്ടി ആക്രമിക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ മുണ്ട് ഭാഗികമായി കടിച്ചു കീറിയ നായ പിൻഭാഗത്തെ തുടയിലാണ് കടിച്ചത്. 2 പേരും മെഡിക്കൽ കോളേജിലെത്തി അടിയന്തര പ്രതിരോധ കുത്തിവയ്പ്പുകളും ചികിത്സയും തേടിയ ശേഷം വീട്ടിൽ തിരിച്ചെത്തി. ഈ പ്രദേശങ്ങളിൽ നിലവിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ഉൾപ്പെടെ നായ ഓടിക്കുന്നതും ആക്രമിക്കുന്നതും ഇവിടെ നിത്യകാഴ്ചയായി മാറിയിരിക്കുകയാണ്. അധികൃതർ ഈ ഗുരുതര സാഹചര്യം അറിഞ്ഞിട്ടും മൗനം പാലിക്കുകയാണെന്ന് നാട്ടുകാർ വ്യാപകമായി പരാതിപ്പെടുന്നു. പ്രദേശവാസികളുടെ സുരക്ഷ മുൻനിർത്തി അടിയന്തരമായി തെരുവുനായകളെ പിടികൂടുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കടിയേറ്റ അലി അഹമ്മദ് ആവശ്യപ്പെട്ടു. You are watching VCV News.